നക്ഷത്രങ്ങളാൽ വിരചിതമായ ആകാശസീമയിലെ വിസ്മയകരമായ ഒരു പാതയാണ് വിശാഖം. 27 നക്ഷത്രങ്ങളുടെ ഭ്രമണപഥത്തിൽ 16-മനായി ഉദിച്ചു നിൽക്കുന്ന വിശാഖം കേവലം ഒരു ജന്മനക്ഷത്രം മാത്രമല്ല, മറിച്ച് അതൊരു പോരാട്ടത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും വിസ്മയിപ്പിക്കുന്ന ഇതിഹാസമാണ്. സാധാരണ ജ്യോതിഷ ചിന്തകൾക്കും അപ്പുറം ആരും അധികം ചർച്ച ചെയ്യാത്ത നിഗൂഢതകളുടെയും കാണാപ്പുറങ്ങളുടെയും ഒരു വലിയ ലോകം വിശാഖം നക്ഷത്രക്കാർക്കുണ്ട്. എന്തുകൊണ്ടാണ് വിശാഖം നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്? അവരുടെ ഉള്ളിലെ അടങ്ങാത്ത വാശിയും ലക്ഷ്യബോധവും എവിടെ നിന്ന് വരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള ഒരു ആത്മീയ യാത്രയാണ് ഈ വീഡിയോ. ഭാരതീയ സങ്കല്പം അനുസരിച്ച് ഇന്ദ്രാഗ്നികൾ ദേവതയായുള്ള ഏക നക്ഷത്രമാണ് വിശാഖം. സർവ്വതിനെയും ദഹിപ്പിച്ച് ശുദ്ധീകരിക്കുന്ന അഗ്നിദേവന്റെ വീര്യവും ഒരേപോലെ സംഗമിക്കുന്ന ഒരു ഊർജ സ്രോതസ്. ഇതുകൊണ്ട് തന്നെയാകാം വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതം ഒരു അഗ്നിപരീക്ഷ പോലെ പലപ്പോഴും കടുപ്പമേറിയതാകുന്നത്. അതിനാൽ ആ അഗ്നിയിൽ വെന്തുരുകി അവർ പുറത്തു വരുന്നത് തിളക്കമാർന്ന തങ്കം പോലെയാണ്. മറ്റുള്ളവർ തളർന്നു പോകുന്ന ഇടങ്ങളിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത, ലക്ഷ്യത്തിലേക്കല്ലാതെ മറ്റൊരിടത്തേക്കും കണ്ണെറിയാത്ത സിംഗിൾ മൈൻഡഡ് ആയ മനുഷ്യരുടെ നക്ഷത്രമാണിത്. വിശാഖം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സവിശേഷമാണ്. ശാഖകളില്ലാത്തതെന്നും 2 ശാഖകളിലായി പിരിഞ്ഞതെന്നും ഇതിനർത്ഥ തലങ്ങളുണ്ട്. തുലാം രാശിയുടെ തുലാസും വൃശ്ചികം രാശിയുടെ തേളും ഒരുപോലെ ഈ നക്ഷത്രത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യക്തിത്വം ഒരു കടങ്കഥയാണ്. ഒരു വശത്ത് നീതിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുന്ന ശാന്ത സ്വഭാവം, മറുവശത്ത് ലക്ഷ്യം നേടാനായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത പോരാട്ട വീര്യം. ഈ വൈരുദ്ധ്യമാണ് വിശാഖം നക്ഷത്രക്കാരെ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നത്. പലപ്പോഴും വിശാഖം നക്ഷത്രക്കാരെ ലോകം തെറ്റിദ്ധരിക്കാറുണ്ട്. അവരുടെ കഠിനമായ വാക്കുകൾക്കും കർക്കശമായ തീരുമാനങ്ങൾക്കും പിന്നിൽ നന്മയുടെയും കരുണയുടെയും ഉറവകളുണ്ടെന്ന് പലരും തിരിച്ചറിയുന്നില്ല. പുരാതന കാലത്ത് രാധ എന്നറിയപ്പെട്ടിരുന്ന ഈ നക്ഷത്രം പ്രണയത്തിന്റെയും ആരാധനയുടെയും കൂടി പ്രതീകമാണ്. ലൗകികമായ വിജയങ്ങൾക്കായി ഇവർ അലയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എന്തോ വലിയ സത്യം തേടുന്ന ഒരു ആത്മീയ സഞ്ചാരി കൂടി ഇവരിലുണ്ട്. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ കഷ്ടപ്പാടുകളുടെ കയ്പുനീർ കുടിച്ച് വളരുന്ന ഇവർ ജീവിതത്തിന്റെ 2ാം പകുതിയിൽ ലോകം കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് നടന്നു കയറുന്നത് എങ്ങനെയെന്ന് ഇന്നും ഒരു അത്ഭുതമാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് വിശാഖം നക്ഷത്രത്തിന്റെ ആരും പറയാത്ത രഹസ്യങ്ങളിലേക്കാണ്. അവരുടെ സ്വഭാവത്തിലെ സങ്കീർണതകൾ, അവർക്ക് മാത്രം സ്വന്തമായ പ്രത്യേകതകൾ, പുരാണങ്ങളിലെ മിത്തുകൾ, അവരുടെ വിജയ രഹസ്യങ്ങൾ എന്നിവയെല്ലാം നാം ഇവിടെ അനാവരണം ചെയ്യുന്നു. തങ്ങളെ തന്നെ അറിയാൻ ആഗ്രഹിക്കുന്ന വിശാഖം നക്ഷത്രക്കാർക്കും അവരെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ പുതിയ വെളിച്ചമാകും. ലക്ഷ്യബോധത്തിന്റെ അഗ്നിപഥങ്ങളിലൂടെ ഇന്ദ്രന്റെ സിംഹാസനത്തിന്റെ തിളക്കങ്ങളിലേക്ക്, വിശാഖം എന്ന നക്ഷത്ര രഹസ്യങ്ങളിലേക്കുള്ള ആഴമേറിയ യാത്ര നമുക്ക് ആരംഭിക്കാം. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിലെ 16-മത്തെ നക്ഷത്രമാണ് വിശാഖം. തുലാം രാശിയിലും വൃശ്ചികം രാശിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം രാശിചക്രത്തിലെ അതിശക്തമായ ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നാണ്. വിശാഖം നക്ഷത്രത്തിന് പ്രധാനമായും 2 ചിഹ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, തോരണം അല്ലെങ്കിൽ അലങ്കരിച്ച കവാടം. ഇത് വിജയത്തെയും ആഘോഷത്തെയും സൂചിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് മറ്റൊരു ഉന്നത ഘട്ടത്തിലേക്കുള്ള പ്രവേശന കവാടമാണിത്. വിശാഖം നക്ഷത്രക്കാർ ജീവിതത്തിന്റെ പകുതിക്ക് ശേഷം വലിയ വിജയങ്ങൾ കൈവരിക്കാറുണ്ട്. കുശവന്റെ ചക്രം. ഇത് നിരന്തരമായ മാറ്റത്തെയും സർഗാത്മകതയെയും സൂചിപ്പിക്കുന്നു. മണ്ണ് പാത്രമായി മാറുന്നത് പോലെ കഠിനമായ അനുഭവങ്ങളിലൂടെ സ്വയം രൂപപ്പെടുത്തിയെടുക്കുന്നവരാണ് ഇവർ. വിശാഖം നക്ഷത്രക്കാർ പൊതുവെ സുന്ദരന്മാരും സുന്ദരികളും ആകർഷകമായ വ്യക്തിത്വമുള്ളവരുമായിരിക്കും. ഇവരുടെ കണ്ണുകളിൽ ഒരു വലിയ തിളക്കം കാണാം. വിശാഖം നക്ഷത്രക്കാരെ നയിക്കുന്നത് അവരുടെ ലക്ഷ്യങ്ങളാണ്. ഒരിക്കൽ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ അവർ ഏതറ്റം വരെയും പോകും. പലപ്പോഴും അവരെ സിംഗിൾ മൈൻഡഡ് എന്ന് വിളിക്കാം. ഇവർക്ക് നന്നായി സംസാരിക്കാൻ കഴിവുണ്ട്. തങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അവരെ സ്വാധീനിക്കാനും വിശാഖം നക്ഷത്രക്കാർക്ക് പ്രത്യേക കഴിവുണ്ട്. തോൽക്കാൻ ഇവർക്കൊട്ടും താല്പര്യമില്ല. ഏത് മേഖലയിലാണോ ഇവർ നിൽക്കുന്നത് അവിടെ ഒന്നാമനാകാൻ ഇവർ പരിശ്രമിക്കും. മറ്റുള്ളവരുടെ വളർച്ചയിൽ ചിലപ്പോഴൊക്കെ ഇവർക്ക് അസൂയ തോന്നാറുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സ്വന്തം വിജയത്തിനായി അവർ അതിനെ ഊർജ്ജമാക്കും. തുലാം രാശിയുടെ സ്വാധീനമുള്ളതിനാൽ ഇവർ നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും. എന്നാൽ വൃശ്ചികം രാശിയിലേക്ക് കടക്കുമ്പോൾ ഇവർ അല്പം കൂടി കർക്കശക്കാരായി മാറാറുണ്ട്. പുരാതന കാലത്ത് വിശാഖം നക്ഷത്രം രാധ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. രാധ എന്നാൽ ആരാധന എന്നാണ് അർത്ഥം. ഭഗവാൻ കൃഷ്ണന്റെ പ്രിയപ്പെട്ട രാധയുടെ ആത്മീയ പ്രഭാവം ഈ നക്ഷത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വിശാഖം നക്ഷത്രക്കാർ
പുറമേ ലൗകിക സുഖങ്ങൾക്കായി ഓടുന്നവരായി തോന്നാമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ വലിയ ആത്മീയവാദികളോ അല്ലെങ്കിൽ വലിയ സത്യം തേടി അലയുന്നവരോ ആയിരിക്കും. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഇവരുടെ ചെറുപ്പകാലം കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും നിറഞ്ഞതായിരിക്കും. എന്നാൽ 35 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതം മാറ്റിമറിക്കപ്പെടും. ലേറ്റ് ബ്ലൂമേഴ്സ് എന്ന് ഇവരെ വിളിക്കാം. പണ്ട് ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം പിൽക്കാലത്ത് പലിശ സഹിതം ഇവർക്ക് ലഭിക്കും. ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും താൻ ഒറ്റപ്പെട്ടവനാണെന്ന തോന്നൽ വിശാഖം നക്ഷത്രക്കാരെ അലട്ടാറുണ്ട്. തങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന വികാരം ഇവർ ഉള്ളിൽ കൊണ്ടു നടക്കും. ഈ ഏകാന്തതയാണ് പലപ്പോഴും അവരെ വലിയ ചിന്തകരിലേക്കും ദാർശനികരിലേക്കും നയിക്കുന്നത്. വിശാഖം നക്ഷത്രത്തിന്റെ ഒരു കാണാപ്പുറം അവരുടെ പ്രതികാര ബുദ്ധിയാണ്. തങ്ങളെ ചതിച്ചവരെയോ വേദനിപ്പിച്ചവരെയോ അവർ എളുപ്പത്തിൽ മറക്കില്ല. എന്നാൽ അഗ്നിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് ആ ദേഷ്യത്തെ അവർ സ്വന്തം വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റാറുണ്ട്. ശത്രുവിനെ വീഴ്ത്തുന്നതിനേക്കാൾ വലിയ നിലയിൽ വളർന്നു കാണിച്ചു കൊടുക്കാനാണ് ഇവർ ആഗ്രഹിക്കുക. വിശാഖം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ദേവപുരാണങ്ങളിൽ ഒരു കഥയുണ്ട്. ഇന്ദ്രനും അഗ്നിയും ഒരിക്കൽ തങ്ങളുടെ ശക്തിയുടെ ആത്യന്തിക രൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ലോകത്തിന്റെ നിലനിൽപ്പിന് അധികാരമാണോ അതോ ഊർജമാണോ വേണ്ടതെന്നായിരുന്നു തർക്കം. അവസാനം അവർ തിരിച്ചറിഞ്ഞു, അധികാരമില്ലാത്ത ഊർജം വിനാശകാരിയാണെന്നും ഊർജമില്ലാത്ത അധികാരം ശൂന്യമാണെന്നും. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നുചേർന്ന നക്ഷത്രമാണ് വിശാഖം. അതുകൊണ്ട് തന്നെ വിശാഖം നക്ഷത്രക്കാർക്ക് ഒരേ സമയം മൃദുവായ ഹൃദയവും കഠിനമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്തുമുണ്ടാകും. ഇവർ ജീവിതത്തിൽ നേടുന്ന ഓരോ പ്രതിസന്ധിയും ഇവരെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുന്നു. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ ഇവർക്ക് കഴിയും. വിശാഖം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം പലപ്പോഴും സമ്മിശ്രമായിരിക്കും. ഇവർക്ക് പങ്കാളിയോട് വളരെയധികം സ്നേഹമുണ്ടാകും. എന്നാൽ സ്വന്തം സ്വാതന്ത്ര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഇവർ തയ്യാറാകില്ല. ഇവർ സ്നേഹിക്കുന്നത് വളരെ തീവ്രമായിട്ടായിരിക്കും. എന്നാൽ പങ്കാളി തന്റെ നിയന്ത്രണത്തിൽ നിൽക്കണമെന്നൊരാഗ്രഹം അറിയാതെ ഇവരിൽ കടന്നുകൂടാറുണ്ട്. മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇവർ തയ്യാറാകും. അവരെ നല്ല നിലയിൽ എത്തിക്കാൻ കഠിനമായി പരിശ്രമിക്കും. വിശാഖം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിലും രാഷ്ട്രീയത്തിലും തിളങ്ങാൻ പ്രത്യേക കഴിവുണ്ട്. ഒരു ടീമിനെ നയിക്കാനും ആളുകളെ തങ്ങളുടെ വാക്കുകൾ കൊണ്ട് കയ്യിലെടുക്കാനും ഇവർക്ക് സാധിക്കും. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും രണ്ടാം പകുതിയിൽ ഇവർ വലിയ ധനികരായി മാറാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റ്, നിയമം, അധ്യാപനം, ഗവേഷണം എന്നീ മേഖലയിൽ ഇവർ ശോഭിക്കും. മേടം നവാംശത്തിൽ ഉൾപ്പെട്ട വിശാഖം 1-ാം പാദക്കാർക്ക് അത്യന്തം ഊർജ്ജസ്വലരും ദേഷ്യക്കാരുമായിരിക്കും ഈ പാദക്കാർ. വലിയ ഉദ്യോഗങ്ങളിൽ ഇവർ എത്തും. ഇടവം നവാംശത്തിൽ ഉൾപ്പെട്ട വിശാഖം 2-ാം പാദക്കാർ ബുദ്ധിശാലികളും കലകളിൽ താല്പര്യമുള്ളവരുമായിരിക്കും. സാമ്പത്തികമായി ഇവർ മെച്ചപ്പെട്ട നിലയിലായിരിക്കും. മിഥുനം നവാംശത്തിൽ ഉൾപ്പെട്ട വിശാഖം 3-ാം പാദക്കാർ ആശയവിനിമയത്തിൽ മിടുക്കരായിരിക്കും. എഴുത്ത്, പ്രസംഗം എന്നീ മേഖലകളിൽ ഇവർ തിളങ്ങും. കർക്കിടകം നവാംശത്തിൽ ഉൾപ്പെട്ട വിശാഖം 4-ാം പാദക്കാർ കൂടുതൽ വികാരജീവികളായിരിക്കും. ആത്മീയതയോടും കുടുംബത്തോടും ഇവർക്ക് വലിയ അടുപ്പമുണ്ടാകും. ഈ പാദത്തിൽ ജനിച്ചവർക്ക് വൃശ്ചികം രാശിയുടെ നിഗൂഢതകൾ കൂടുതലായിരിക്കും. വിശാഖം നക്ഷത്രക്കാർ സാധാരണയായി ആരോഗ്യമുള്ളവരാണെങ്കിലും വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ സൂക്ഷിക്കണം. ദേഷ്യം കൂടുമ്പോൾ രക്തസമ്മർദ്ദം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമവും യോഗയും ഇവർക്ക് അത്യാവശ്യമാണ്. വിശാഖം നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് അവരുടെ പരിവർത്തന ശേഷി കൊണ്ടാണ്. മറ്റുള്ളവർ തകർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിശാഖം നക്ഷത്രക്കാർ കൂടുതൽ ശക്തരായി പുറത്തു വരുന്നു. ഒരു കല്ലിനെ ചെത്തുമിനുക്കി വജ്രമാക്കുന്നത് പോലെ ജീവിതത്തിലെ ഓരോ ആഘാതവും തങ്ങളെ മിനുക്കിയെടുക്കാനുള്ള അവസരമായി ഇവർ കാണുന്നു. ഇവരുടെ കാണാപ്പുറം എന്നത് ഇവരുടെ നിശബ്ദമായ നിരീക്ഷണ പാടവമാണ്. ഒരാളെ കണ്ടാൽ അയാളുടെ സ്വഭാവം വേഗത്തിൽ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയും. എന്നാൽ അത് പുറത്തു പറയാതെ ഇവർ തന്ത്രപരമായി പെരുമാറും. വിശാഖം നക്ഷത്രം എന്നത് കേവലം ഒരു നക്ഷത്രമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ഒരു കഠിനമായ പാതയാണ്. അധികാരവും ആത്മീയതയും അഗ്നിയും തണുപ്പും ഒരേപോലെ സമ്മേളിക്കുന്ന ഈ നക്ഷത്രം പ്രപഞ്ചത്തിലെ ഏറ്റവും കരുത്തുറ്റ ഊർജ്ജ രൂപങ്ങളിൽ ഒന്നാണ്.